സൈബർ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുജീബ് ലണ്ടൻ. മഹല്ല് ഭിന്നിപ്പിക്കുവാൻ വേണ്ടി വിഘടിതർ നടത്തിയ നിക്കാഹ് വിവാദമായി. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ പെരുമളാബാദ് നിവാസി മർഹൂം OK അഹമ്മദിന്റെ മകൻ മുഹമ്മദും പെരുവണ നിവാസി മർഹൂം കൊക്ക അബൂബക്കർ മകൾ ആസിയും തമ്മിൽ 2015 ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച കുടുംബക്കാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും പങ്കെടുപ്പിച്ച് പെരുവണയിലെ മസ്ജിദിൽ വെച്ച് വിപുലമായി നിക്കാഹ് നടത്തി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു. നിക്കാഹിന്റെ ദൃശ്യങ്ങളിലേക്ക്. قال الله تعالى: فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع. وقال رسول الله صلى الله عليه وسلم: من احب فطرتي فليستنى بسنتي ومن سنتي النكاح. اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. ദാമ്പത്യ ജീവിതം ആരംഭിച്ച് 5-ാം ദിവസം 2015 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച ഉസ്താദിന്റെ പൊരുത്തം വാങ്ങാനെന്ന വ്യാജേന വരനെ കൊണ്ടുപോയി വിഘടിത വിഭാഗം വീണ്ടും നിക്കാഹ് കഴിപ്പിക്കുകയായിരുന്നു. രണ്ടാമത്തെ നിക്കാഹിന്റെ ദൃശ്യങ്ങളിലേക്ക്. എന്റെ അധികാരപരിധിയിൽപ്പെട്ട ഞാൻ പറയുന്ന എന്റെ അധികാരപരിധിയിൽപ്പെട്ട അബൂബക്കറിന്റെ മകള് ആസിയ എന്നവളെ 2 പവൻ മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു. മറ്റോൾക്ക് പോയി അവളുടെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചെന്ന് പറഞ്ഞോളൂ. കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ പെരുവണയിലെ മസ്ജിദിൽ വെച്ച് നിക്കാഹ് ചെയ്തു കൊടുത്ത ഖത്തീബിനെ സൈബർ ന്യൂസ് ബന്ധപ്പെട്ടപ്പോൾ ഖത്തീബ് തന്ന വിശദീകരണം ഇങ്ങനെയായിരുന്നു. ചപ്പാരപ്പടവ് പെരുവണ സമസ്തയുടെ കീഴിലുള്ള ജമാഅത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ നിക്കാഹുമായി ബന്ധപ്പെട്ട് വലിയനെ എത്തിക്കാത്തതിനാൽ പെരുവണ മഹല്ല് ഖാലിയും കണ്ണൂർ ജില്ലാ ഖാലിയായ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നായിബായ PP ഉബറുസ്താദ് ചപ്പാരപ്പടവിലെ സുലൈമാൻ മാസ്റ്റർ എന്ന വ്യക്തിക്ക് നൽകിയ വക്കാലത്ത് പ്രകാരം പെരുവണ മഖാമിന്റെ സമീപം പള്ളിയിൽ വെച്ച് ആഗസ്റ്റ് 2 ഞായറാഴ്ച കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മഹല്ല് ഖത്തീബായ ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ ഞായറാഴ്ചക്ക് മുമ്പോ ശേഷമോ ആയി പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും AP വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളും ചിത്താരി ഹംസ മുസ്ലിയാരുടെ അടുത്ത് പൊരുത്തം വാങ്ങാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പുതിയാപ്പിളയെ കൂട്ടിക്കൊണ്ടുപോയി നിക്കാഹ് ചെയ്യിച്ചു എന്നതാണ് വാസ്തവം. ഞായറാഴ്ചക്ക് മുമ്പ് തന്നെ അവരുടെ നിക്കാഹ് നടന്നിട്ടുണ്ടെങ്കിലും ആ നിക്കാഹ് ശരിയല്ല. കാരണം ചിത്താരി ഹംസ മുസ്ലിയാർക്ക് പെണ്ണിന്റെ വിലായത്തില്ല. കാരണം അവിടുത്തെ ഖാലി പെണ്ണിന്റെ മഹല്ല് ബൈഅത്ത് ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളെയാണ്. അത് പ്രകാരം ചിത്താരി ഹംസ മുസ്ലിയാർ ഖാലി അല്ലാത്തത് കൊണ്ട് പെണ്ണിന്റെ വിലായത്ത് ഒരിക്കലും ചിത്താരി ഹംസ മുസ്ലിയാർക്ക് ഇല്ല. അപ്പോ ആദ്യത്തെ നിക്കാഹ് അവര് ചെയ്തതാണെങ്കിലും അത് ശരിയാവുകയില്ല. സൈബർ ന്യൂസിനോട് പ്രതികരിച്ചതിന് നന്ദി ഹാരിസ് അസരി ഉസ്താദ്, ജസാക്കല്ലാഹ്. പെരുവണ മസ്ജിദ് ഖത്തീബ് ഹാരിസ് അസരി ഉസ്താദ് സൈബർ ന്യൂസ് ബന്ധപ്പെട്ടപ്പോൾ സന്തോഷപൂർവം വ്യക്തമായി വിശദീകരണം നൽകിയെങ്കിലും വിഘടിത നേതാവ് ചിത്താരി ഹംസ മുസ്ലിയാർ നിക്കാഹ് നടത്തുവാനുണ്ടായ കാരണം വ്യക്തമാക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ ദിവസങ്ങളിൽ അവർക്ക് കുട്ടികളുണ്ടായാൽ ആ കുട്ടിയുടെ ഇസ്ലാമിക വിധി എന്താണെന്ന് പറയാനും തയ്യാറായില്ല. ആദ്യ വിവാഹത്തിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് സമ്മതിച്ച
വിഘടിത നേതാവിനോട് സൈബർ ന്യൂസ് ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയുടെ ഇസ്ലാമിക വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫോണിലൂടെ പറയാൻ തയ്യാറല്ല, നേരിട്ട് പറയാമെന്നായി. ഫോണിലൂടെയായാലും നേരിട്ടായാലും ഇസ്ലാമിന്റെ വിധി ഒന്നു തന്നെയല്ലേ എന്ന സൈബർ ന്യൂസിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറുകയായിരുന്നു ചിത്താരി ഹംസ മുസ്ലിയാർ. ഹംസ മുസ്ലിയാറിന്റെ വാക്കുകളിലേക്ക്. നിക്കാഹിന്റെ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് ഉസ്താദിന്റെ ഒരു അതിനെ കുറിച്ചൊരു വിവരണം തന്നാ നന്നായിരുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കാലോ. ഏത് മനസ്സിലായില്ല ഉസ്താദെ? അല്ല, നിക്കാഹ് രണ്ടാമത് നടത്തി എന്ന് പറഞ്ഞിട്ട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയില്. വിവാദങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടാമത് നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണ്, ഫിത്നയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഉസ്താദിന്റെ ഒരു വിശദീകരണം തന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സാഹചര്യം, അങ്ങനെ നിക്കാഹ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഏത് ഉസ്താദെ? ആദ്യം നടന്ന നിക്കാഹിന് ശേഷം അവര് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഹറാമിലല്ല വരിക. അപ്പൊ അതിൽ പിറക്കുന്ന കുട്ടികളുടെ ഇസ്ലാമിന്റെ മാനദണ്ഡം എന്താണ് ഉസ്താദെ? അതല്ല ഉസ്താദെ, ഫോണിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഇസ്ലാമിന് മാനദണ്ഡം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഉസ്താദെ, അതിൽ പറക്കുന്ന കുട്ടികളുടെ ഇസ്ലാമിന്റെ മാനദണ്ഡം ഫോണിലാണെങ്കിലും നേരിട്ട് സംസാരിച്ചാലും മാനദണ്ഡം ഒന്നല്ലേ ഉണ്ടാവുകയുള്ളൂ. വ്യക്തമായി ഉത്തരം നൽകാൻ കഴിയാത്ത ചിത്താരി ഹംസ മുസ്ലിയാർ ഫോൺ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. പക്വതയില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാരണം ഓരോ മഹലിലും കാന്തപുരം വിഭാഗത്തെ മാറ്റി നിർത്താൻ മഹല്ല് നിവാസികൾ മുന്നോട്ട് വരുന്നത് ശ്രദ്ധേയമാണ്. മദ്രസ അടപ്പിച്ചും ജുമാ തടസ്സപ്പെടുത്തിയും മഹല്ലിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന കാന്തപുരം വിഭാഗത്തിനെ ജനങ്ങൾ വെറുപ്പോടെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.